ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഫിഷ് പാലാഴിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു രക്ഷയുമില്ലാത്ത ഒരു അടാർ ഐറ്റം തന്നെയാണ് ഫിഷ് പാലാഴി. ഇത് ശരിക്കും ട്രഡീഷണൽ കേരള സ്റ്റൈൽ ഫിഷ് ഫ്രൈ തന്നെയാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നമ്മുടെ ഫിഷ് പാലാഴി ഉണ്ടാക്കുന്നതിന് വേണ്ടി 4 ചെമ്പല്ലി നന്നായി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയതാണിത്. ഇതൊന്ന് വരഞ്ഞെടുക്കണം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഈ മസാല എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ കൈകൊണ്ട് നന്നായി തേച്ച് പിടിപ്പിക്കണം. നമ്മൾ സാധാരണയായി മീൻ പൊള്ളിക്കില്ലേ, ഏകദേശം അതുപോലെ തന്നെയാണ് ഫിഷ് പാലാഴി പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ മീൻ പൊള്ളിച്ചതിൻ്റെ മസാല പോലെയല്ല, ഇതിനൊരു വെറൈറ്റി മസാല തന്നെയാണ്. അതുകൊണ്ട് തന്നെ മീൻ പൊള്ളിച്ചതിനേലും ഇരട്ടി ടേസ്റ്റാണ് ഈ ഫിഷ് പാലാഴിക്ക്. ഇപ്പോൾ ഈ ചെമ്പല്ലി നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലിംഗ് റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേ. ഇനി ഇതിലേക്ക് വേണ്ട മസാല പ്രിപ്പയർ ചെയ്യാം. 1 സവാള, 20 ചെറിയുള്ളി, 1 പോട് വെളുത്തുള്ളി, 1.5 ഇഞ്ച് സൈസ് ഇഞ്ചി, 5 ഉണക്കമുളക്, 1-2 പച്ചമുളക്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 കൈപ്പിടി നിറയെ മല്ലിയില, 4 തണ്ട് കറിവേപ്പില, 1 നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തത്. ഇനി 16 കാഷ്യൂസ്, 2 ടേബിൾ സ്പൂൺ തേങ്ങ. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇതിപ്പോൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് വേണ്ടി റെഡിയാക്കുമ്പോൾ അധികം സ്പൈസി അല്ലാതെ റെഡിയാക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങനീര് ആഡ് ചെയ്ത് കൊടുത്ത് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ മസാല നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം റെഡിയാക്കി വെച്ച മസാല കുറേശ്ശെയായി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കാം. ഈ മസാല തേച്ച് പിടിപ്പിക്കുന്നത് ഒരുപാട് ഓവറായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എല്ലാ ഫിഷിലും നന്നായി മസാല തേച്ച് പിടിപ്പിച്ച ശേഷം എക്സസ് ഉള്ള മസാല മാറ്റിവെക്കാം. ഇപ്പോൾ എല്ലാ ഫിഷിലും ഈ മസാല കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത് ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഒരു വലിയ പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് 5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് മുങ്ങിപ്പൊരിക്കേണ്ട ആവശ്യമില്ല.
ഫിഷ് ഒരുപാട് വലുതായതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ഫിഷ് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് തന്നെ ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ഫിഷ് ഒട്ടും പൊട്ടിപ്പോകാതെ തന്നെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. 5 മിനിറ്റ് ആകുമ്പോൾ വീണ്ടും തിരിച്ച് ഫ്ലിപ്പ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോ 5 മിനിറ്റ് ഇടവിട്ട് തിരിച്ചും മറിച്ചും ഫ്ലിപ്പ് ചെയ്ത് ഫിഷ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഫിഷ് നന്നായി കുക്കായി കിട്ടുന്ന സമയത്ത് ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ ഒരു മെത്തേഡിൽ തന്നെ അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ തന്നെ എല്ലാ ഫിഷും ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 ഫിഷ് മാത്രമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മസാലയുടെ പകുതി മാത്രമാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. ഈ 4 ചെമ്പല്ലിയും കൂടി 1.5–1.25 കിലോ ഉണ്ട്. ഇപ്പോൾ ഫിഷ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ 2 ഫിഷ് മാത്രമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ബാക്കിയുള്ള 2 ഫിഷും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത പകുതി മസാലയും ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. നിങ്ങളുണ്ടാക്കുമ്പോൾ ഫിഷ് എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് മസാല പ്രിപ്പയർ ചെയ്താൽ മതി. ഇനി ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള മസാല ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ ആദ്യം കാണിച്ചപ്പോൾ 4 ഫിഷിനുള്ള മസാലയാണ് കേട്ടോ കാണിച്ചത്. അതിൽ നിന്നും ഞാൻ പകുതി എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി. അപ്പോൾ ഈ ഒരളവിൽ മതി 2 ഫിഷിന്. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി എണ്ണ തെളിയുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഈ മസാലക്ക് തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇപ്പോൾ നല്ലോണം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫിഷ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലുള്ള മസാല ഫിഷിന് മുകളിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ 2 ഫിഷും ആഡ് ചെയ്ത് കൊടുത്ത് മസാല മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് സെറ്റാക്കി എടുക്കണം. ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്നതിന് വേണ്ടി ഫിഷ് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫിഷ് ഒട്ടും ഉടഞ്ഞു പോകാതെ തന്നെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ലോയിലാക്കി അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട് ഫിഷ് പാലാഴി റെഡിയായി വന്നിട്ടുണ്ട്. ഒരു മീനും അതിൻ്റെ മസാലയും ഉണ്ടെങ്കിൽ ചോറിന് വേറൊരു കറിയും വേണ്ട കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന്
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അള്ളാ ഇതുപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.